എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ ഒഴിച്ച് എൻ്റെ വാഹനത്തിൻ്റെ കിട്ടിയ ഒരു മുട്ടൻ പണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നാളെ നിങ്ങൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ വാഹനം കത്തിയിട്ട് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഉണ്ടാകത്തില്ല. അതുപോലെ ഒരു അപകടം സംഭവിക്കേണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ വാഹനത്തിന് വന്ന കംപ്ലൈൻറ്റ് വന്ന 2 പൈപ്പുകളാണ്. ഒരു പൈപ്പ്. ഒരു പൈപ്പ് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചാണ്. ഇതാണ് എൻ്റെ വാഹനത്തിൻ്റെ ഞാൻ മാറിയ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ വിപണിയിൽ ഇറക്കുന്ന കേന്ദ്ര സർക്കാരിന് ആദ്യം തന്നെ ഞാനൊരു നന്ദി പറയുകയാണ്. വലിയ ഉപകാരമുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട റബ്ബർ പൈപ്പുകളാണ് ഇതിൽ ഈ പൈപ്പാണ് എൻ്റെ വണ്ടിയുടെ. ഇത് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് സെയിം കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ വന്ന ഒരു വാഹനത്തിൻ്റെ ഞാൻ അവിടുന്ന് സംഘടിപ്പിച്ചാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം രാവിലെ എൻ്റെ വണ്ടി എടുത്തു. കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. രാവിലെ എടുത്തു. അതിനുശേഷം പെട്രോൾ കുറവായതുകൊണ്ട് ഞാൻ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ വണ്ടി മിസ്സിങ് കാണിക്കുക. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ വല്ലപ്പോഴും ഉള്ളൂ കാർ എടുക്കാറുള്ളൂ, കൂടുതൽ ഞാൻ ബൈക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഈ ആക്സിലേറ്റർ ചവിട്ടിയിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. ഭയങ്കര മിസ്സിങ്. ഞാനിങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തു. ഇനി വേറെ വല്ല ഈ തണുപ്പിൻ്റെ ആണോ എന്നൊക്കെ അറിയത്തില്ല. കുറച്ച് പഴയ വണ്ടിയും കൂടിയാണ്. ഇത് വീണ്ടും ഇങ്ങനെ മിസ്സിങ് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് മീറ്ററിലോട്ട് നോക്കിയപ്പോൾ ഈ ഫ്യൂവല് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കുറയുക. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ ആദ്യം ഫ്രണ്ട് വശം നമ്മൾ തുറന്ന് നോക്കുമല്ലോ. ഫ്രണ്ട് തുറന്ന് നോക്കിയപ്പോൾ അവിടെ വേറെ ഒന്നും കാഴ്ചയിൽ നമുക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെ പുറകോട്ട് ഒരു മണം, പെട്രോളിൻ്റെ മണം. ഞാനിങ്ങനെ പുറകോട്ട് വന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ടാങ്ക് ഇരിക്കുന്നില്ലേ, കാറിൻ്റെ ടാങ്ക് ഇരിക്കുന്നതിന് താഴെ വശത്ത് ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഈ വീഡിയോ കണ്ടോ, ഇതിനകത്ത് പെട്രോൾ ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനിത് കണ്ടില്ല. വാഹനം വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയെന്ന് വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പിന്നെ അവിടെ നിന്ന് വർക്ക്ഷോപ്പുകാരനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ കീ ഓൺ ആക്കരുതെന്ന് പറഞ്ഞു. കാരണം ഇത് കീ ഓൺ ആക്കുമ്പോഴത്തേക്കും ടാങ്കിനകത്ത് ഒരു മോട്ടറുണ്ട്. ആ മോട്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പെട്രോൾ ഇങ്ങനെ ചീറ്റുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയിൽ ഇങ്ങനെ ചീറ്റുന്നില്ല. കാരണം ഞാനത് കീ ഓഫ് ആക്കി വെച്ചിരിക്കുക. കീ ഓൺ ആക്കി കഴിഞ്ഞാൽ അന്നേരം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നമ്മുടെ ഷവറിനകത്ത് നിന്ന് വെള്ളം ചീറ്റുന്ന പോലെ ഇതുപോലെ ചീറ്റും. അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി ഈ പൈപ്പ് ഊരിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നെ കാണിച്ചു. നിങ്ങളെ ഫോട്ടോ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഒരു ഹോള് കണ്ടോ? ഇത് സത്യം പറഞ്ഞാൽ ഈ പൈപ്പ് ഈ പഴകിയിട്ട് ദ്രവിച്ച് വരുന്ന ഒരു സാധനം, ഹോളല്ല ഇത് കൃത്യ റൗണ്ടിൽ അകത്തോട്ട് തുളഞ്ഞിരിക്കുക. അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞത് ഈ എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഇതുപോലെ വാഹനങ്ങളിൽ ഇങ്ങനെ ഹോളുകൾ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ എടുത്ത് കാണിച്ച പൈപ്പാണ് ഇത് അതുപോലെ തന്നെ വന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഇത് പക്ഷേ വണ്ടിയുടെ ടാങ്കിൻ്റെ അവിടെയല്ല, ഇത് വണ്ടിയുടെ എൻജിൻ റൂമിനകത്ത് വരുന്ന ഒരു പൈപ്പാണ്. അപ്പോൾ ഈ പൈപ്പ് ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ എത്ര ഹോളുണ്ടെന്ന് നോക്കി. ഒരു ഹോള്, രണ്ടാമത്തെ ഹോള്, 3, 4 രണ്ടെണ്ണം അടുപ്പിച്ച്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ആ വർക്ക്ഷോപ്പിലെ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ഞങ്ങളിത് ഒരുപാട് വണ്ടിയുടെ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് ചെറിയ വണ്ട് പോലത്തെ സാധനത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഥനോൾ എന്ന് പറഞ്ഞ സാധനം സത്യം പറഞ്ഞാൽ വാറ്റുചാരായില്ലേ, ആ വാറ്റുചാരായത്തിൻ്റെ കുറച്ചും കൂടെ പ്യുവർ ഫോമാണ്. ഈ സാധനമാണ് നമ്മുടെ പെട്രോളുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു സ്മെല്ലുണ്ട്. ഈ സ്മെല്ലിന് ആകൃഷ്ടരായിട്ടാണ് ഈ ജീവികൾ വരുന്നത്. ഈ ജീവി ഇവിടെ വന്നിരുന്ന് കുത്തി തുളച്ച് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് ചത്തുപോകും. അപ്പോൾ ഇവർ ഈ വർക്ക്ഷോപ്പുകാർ ഈ പൈപ്പ് മാറുമ്പോഴത്തേക്ക് ഇവർക്ക് ഇതുപോലെ ഈ വണ്ടിനെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വാഹനങ്ങൾ കത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇത് തന്നെയാണ് ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ഞാൻ പറയുന്നത്. ശാസ്ത്രീയമായ തെളിവുകളോ മറ്റോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ വർക്ക്ഷോപ്പിലെ ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഈ ഹോള് കാണുമ്പം എനിക്ക് ദ്രവിച്ചതായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ ഈ വണ്ടിനെ കണ്ടെന്ന് ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ പറയുകയും ചെയ്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ യാതൊരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് തന്നെയാണെന്ന് ഞാൻ എങ്ങും ഉറപ്പിച്ചും പറയുന്നില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് മൈലേജ് ഡ്രോപ്പ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ശരിയല്ലേ? എൻ്റെ കാറിന് ഇതുപോലെ മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബൈക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്പ്ലെൻഡറാണ്. അതിന് അത്യാവശ്യം 70, 75, 80 അടുത്ത് വരെ മൈലേജ് വരെ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പിന്നെ പഴകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഒരു 70 കിട്ടണമല്ലോ. പക്ഷേ അത് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഇന്ത്യൻ ഓയിലിൻ്റെയും ഒക്കെ പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കിട്ടിയത് 44-43 കിലോമീറ്റർ മൈലേജാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പക്ഷേ അതേസമയം ഞാൻ നയാര പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ രാവിലെ ബൈക്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കാറിൽ അറിയത്തില്ല. കാരണം നമുക്കറിയാമല്ലോ, അത് കാറിൽ സെൻസറാണ്. അതിപ്പം കൂടുതൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ആയതുകൊണ്ട് അതിനനുസരിച്ച് കൂടുതൽ ഫ്യൂവൽ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അറിയുന്നില്ല. ബൈക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ രാവിലെ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ സാധനം സ്റ്റാർട്ടാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടായി കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ അങ്ങ് നിന്ന് പോവുക. അതേസമയം ഞാൻ ഈ പറഞ്ഞ നയാര പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മിസ്സിങ് ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം പോയിട്ട് എല്ലാ സകല പെട്രോൾ പമ്പിൽ നിന്ന് എടുത്തിട്ട് മെഷീനിൽ നിന്നുള്ള ബില്ലെടുത്ത് നോക്കണം. അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ എഥനോൾ മിക്സിൻ്റെ എത്രയാണ് അവർ ചേർക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും അതിനെക്കുറിച്ചൊന്ന് നോക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ വാഹനങ്ങൾക്ക് പോലും ഒരു 5% വരെ മൈലേജ് ഡ്രോപ്പ് കാണിക്കുന്നുണ്ട്. നമ്മുടെ പഴയ വാഹനങ്ങൾക്കൊക്കെയാണ് 20% വരെയൊക്കെയാണ് മൈലേജ് ഡ്രോപ്പ് എന്നൊക്കെ ഇൻ്റർനെറ്റിൽ പറയുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഇതുപോലെ എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ ഒഴിക്കുന്നതുകൊണ്ട് ഇതുപോലെ കേടുപാടുകളൊന്നും വരത്തില്ല എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. എത്രത്തോളം ശരിയാണ് എന്നാണെന്ന് നമുക്കറിയത്തില്ല. അവരെന്തെങ്കിലും പഠനമൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളൊക്കെ ഇറക്കുന്നത്. നമുക്കതങ്ങ് വിശ്വസിക്കാം. എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായിട്ടുള്ള മറ്റൊരു അനുഭവമാണ്. അവൻ്റെ ബൈക്ക് ഹോണ്ട ഷൈനാണ്. ഇതിൻ്റെ മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മിസ്സിങ്ങാണ്. അപ്പോൾ ഇത് മിക്കവാറും വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ കാർബറേറ്റർ അഴിക്കും, എന്താണ്ടൊക്കെ ചെയ്തു വിടും. പിന്നെ ഇതിന് വീണ്ടും മിസ്സിങ്. അപ്പോൾ പിന്നീട് ഞങ്ങൾ മറ്റൊരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ ഈ കാർബറേറ്റർ അഴിച്ചിട്ട് ഞങ്ങളെ കാണിച്ചു. എൻ്റെ പൊന്നു മോനെ, ഇതും ഈ പറഞ്ഞ പോലെ എഥനോൾ മിക്സ് ചെയ്ത് വരുന്ന പെട്രോൾ തരുന്ന ഒരു പണിയാണെന്ന് പറഞ്ഞു. കാരണം ഇത് പലപ്പോഴും ഈ പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉരുകുമെന്ന് പറഞ്ഞു. ഈ എഥനോളിന് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംഭവിക്കാമല്ലോ. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വർക്ക്ഷോപ്പുകാരോ മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന ഇതാണ്, വിദേശത്തുനിന്ന് ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി കുറയ്ക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ എഥനോൾ പോലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പെട്രോളുമായിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാമല്ലോ എന്നാണ് പറയുന്നത്. സംഭവമൊക്കെ വലിയ കുഴപ്പമില്ല, നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 2 തരത്തിലുള്ള പെട്രോൾ നമുക്ക് തന്നാൽ തന്നെ കുഴപ്പം. എഥനോൾ എന്തായാലും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ എഥനോൾ ചേർത്ത പെട്രോളിൽ നിങ്ങൾ കുറച്ച് വില കുറയ്ക്കുക. വില കുറച്ച് ഒരു 90-95 രൂപ പോട്ടെ, 100 രൂപയ്ക്ക് കൊടുത്തു. മറ്റേ പെട്രോൾ ഒരു 110 രൂപയ്ക്കും കൊടുത്തു. അപ്പോൾ ആവശ്യക്കാരന് ഇഷ്ടമുള്ള പെട്രോൾ അവനവൻ അടിച്ചോട്ടെന്ന്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അവർ ഈ പ്രകൃതി സ്നേഹം മറ്റും പറയാറുമുണ്ട് ഈ കൂട്ടത്തിലേ. അതായത് ഈ പെട്രോളിനകത്ത് ഈ എഥനോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മലിനീകരണം കുറവാണ്, ആ വഴി പ്രകൃതി സ്നേഹം നടക്കുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അന്നേരം ഇപ്പുറത്തെ മറുവശത്ത് നമ്മൾ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, പെട്രോൾ വണ്ടിക്ക് ചിലപ്പം നമുക്ക് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർ അതിനകത്ത് കുറച്ച് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പെട്രോൾ വണ്ടിക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ പ്രകൃതിയോടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടിക്കല്ലേ അതുപോലെ കർശനമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് രാവിലെ വാഹനം എടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കുക, ഗീ ഓണാക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പെട്രോൾ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ വണ്ടിയുടെ അടിവശത്തും ഇതുപോലെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം വണ്ടി ഓട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ആദ്യമെങ്കിലും ഒന്ന് നോക്കിയാൽ അത്രയെങ്കിലും ആയില്ലേ, അതുകൊണ്ട് പറഞ്ഞാൽ.